തൃശൂർ കൊടാലിയിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചു. കൊടാലി കാവുങ്ങൽ സിൽജോ ജോൺസി ദമ്പതികളുടെ ഇളയ മകൻ ആൽജോ 8 വയസ്സാണ് മരിച്ചത്. മൂത്ത കുട്ടിയും ഗുരുതരാവസ്ഥയിലാണ്. വീട്ടിൽ കുട്ടികൾ കിടന്നിരുന്ന ഇടത്തു നിന്ന് പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. സാനു കെ സജീവ് ചേരുന്നതിന് വിശദാംശങ്ങൾ നൽകാനായി. സാനു, പറയൂ. ഇന്നലെ പള്ളിയിലച്ഛൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് ഈ കുട്ടികളായിട്ടുള്ള സിൽജോ ജോൺസി ദമ്പതികളുടെ മക്കള് ആൽജോ അതേപോലെ അനോഷ് എന്നിവരുമായിട്ട് വീട്ടിലെത്തുന്നത്. തുടർന്ന് വീട്ടിൽ അവർ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് അധികം വൈകാതെ തന്നെ ഈ രണ്ട് കുട്ടികൾക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് അവർ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ഫുഡ് പോയ്സൺ ആണോ എന്നൊരു സംശയമൊക്കെ ആയിരുന്നു ഉന്നയിച്ചത്. തുടർന്ന് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ഇത് ഫുഡ് പോയ്സൺ അല്ല, മറിച്ച് പാമ്പ് കടി ഏറ്റതാണ് എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. തുടർന്ന് ഡോക്ടർമാർ വിദഗ്ധമായിട്ട് പരിശോധിച്ചപ്പോഴത്തേക്കുമാണ് ഈ കുട്ടിയുടെ ദേഹത്ത്, ഈ മരണപ്പെട്ട ആൽജോയുടെ ദേഹത്ത് പാമ്പ് കടി ഏറ്റ പാട് കാണുന്നത്. തുടർന്ന് ഈ വിവരം പോലീസിനെ അറിയിച്ച് പോലീസും അതേപോലെ തന്നെ മറ്റ് അധികൃതരുമൊക്കെ ഇവരുടെ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴേക്കും ഈ കുട്ടികൾ വിശ്രമിക്കാൻ കിടന്ന കട്ടിലിൻ്റെ പില്ലോയുടെ അടിയിൽ ഇതുപോലെ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട ഒരു പാമ്പിനെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത് പാമ്പ് കടിയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 8 വയസ്സുകാരൻ ആൽജോ മരണപ്പെട്ടു. തുടർന്ന് ചികിത്സയിലുള്ള ഒപ്പം പാമ്പ് കടി ഏറ്റിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരനും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. പാമ്പ് കടി ഏറ്റതാണ് എന്നൊരു തരത്തിലേക്ക് പൂർണ്ണമായിട്ട് നിഗമനത്തിലേക്ക് എത്തുന്നു. ആദ്യ സമയത്ത് ഒരു സംശയമുണ്ടായിരുന്നു, ഇത് ഫുഡ് പോയ്സൺ ആണോ, ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊക്കെ സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ സംശയത്തിന് അധികം നേരം നിലനിൽപ്പില്ലായിരുന്നു. തുടർന്ന് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ ഇത് പാമ്പ് കടി ഏറ്റിട്ടുള്ള മരണമാണ് എന്ന നിലയിലേക്ക് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോഴും ആൽജോയുടെ സഹോദരനും ചികിത്സയിൽ തുടരുകയാണ്. ശ്യാം. യെസ്.